നമസ്കാരം, ഞാൻ നിങ്ങളുടെ ഡോക്ടർ. എന്റെ ഒപിയിൽ വരുന്ന സ്ട്രോക്ക് വന്ന് ചികിത്സയിലുള്ള ഒത്തിരി പേർ സ്ഥിരമായി ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമുണ്ട്. കൊളസ്ട്രോളൊക്കെ നോർമലായല്ലോ ഡോക്ടർ, ഇനിയിപ്പോൾ ഈ മരുന്ന് നിർത്താൻ പാടില്ലേ എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ നിർത്തരുത് എന്ന് ഞങ്ങൾ ഡോക്ടർമാരെപ്പോഴും പറയുന്നത്? ഇന്നത്തെ ഈ വിശദീകരണത്തിൽ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. ഫോളോ അപ്പിന് വരുമ്പോൾ നിങ്ങളിൽ പലരും ചോദിക്കുന്ന വളരെ ന്യായമായ ഒരു ചോദ്യമാണിത്. ഡോക്ടർ, ഇന്നലെ ചെയ്ത ബ്ലഡ് ടെസ്റ്റിൽ എന്റെ കൊളസ്ട്രോൾ ഒക്കെ നോർമലാണല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ ഈ അറ്റോർവാസ്റ്റാറ്റിൻ അല്ലെങ്കിൽ റോസുവാസ്റ്റാറ്റിൻ ഗുളികകൾ വീണ്ടും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊന്ന് നിർത്തിക്കൂടെ എന്ന്. ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ ഈ ചോദ്യം വളരെ ശരിയാണെന്ന് തോന്നും, അല്ലേ? റിപ്പോർട്ട് പെർഫെക്റ്റ് ആണ്, പിന്നെന്തിനാണ് വെറുതെ ഗുളിക വിഴുങ്ങുന്നത് എന്നാർക്കായാലും തോന്നിപ്പോകും. എന്നാൽ ഒരു ന്യൂറോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് വളരെ സ്നേഹത്തോടെ, എന്നാൽ കുറച്ചു കർശനമായി തന്നെ പറയാനുള്ളത് ഇതാണ്: പാടില്ല. ഒരു കാരണവശാലും നിങ്ങൾ സ്വയം ഈ മരുന്ന് നിർത്തരുത്. അതെ, നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കാതെ ഈ മരുന്ന് നിർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ വലിയ അപകടം ക്ഷണിച്ചു വരുത്തുന്നൊരു കാര്യമാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ വളരെ ലളിതമായി പറഞ്ഞുതരാം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സാധാരണ നമ്മളൊക്കെ വിചാരിക്കുന്നത് ഈ സ്റ്റാറ്റിൻ ഗുളികകൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്നാണ്. എന്നാൽ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം വന്നൊരു വ്യക്തിക്ക് നമ്മൾ ഈ മരുന്ന് കൊടുക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട, നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷിക്കുന്ന മറ്റൊരു വലിയ ലക്ഷ്യം കൂടിയതിനുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സ്ട്രോക്ക് ഉണ്ടാകുന്നതെന്ന് നമ്മൾ ആദ്യം അറിയണം. പ്ലാക്ക് കേട്ടിട്ടുണ്ടോ ഈ വാക്ക്? നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളില് കൊഴുപ്പ് അടിഞ്ഞുകൂടി ഒരു ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും സ്ട്രോക്ക് വരുന്നത്. ഈ അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെയാണ് നമ്മൾ പ്ലാക്ക് എന്ന് വിളിക്കുന്നത്. ഇതൊരു തരം മൃദുവായ കൊഴുപ്പാണ്. അതെപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകാം. അങ്ങനെ പൊട്ടിയാൽ അവിടെ പെട്ടെന്ന് രക്തം കട്ടപിടിക്കുകയും അടുത്ത സ്ട്രോക്ക് വരികയും ചെയ്യും. അപ്പോൾ ഈ ഗുളിക യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെയാണ് സ്റ്റാറ്റിനുകളുടെ ആ യഥാർത്ഥ മാജിക് തുടങ്ങുന്നത്. മെഡിക്കൽ ഭാഷയിൽ നമ്മൾ ഇതിനെ പ്ലാക്ക് സ്റ്റെബിലൈസേഷൻ എന്ന് വിളിക്കും. അതായത് കൊളസ്ട്രോൾ കുറയ്ക്കുക മാത്രമല്ല ഈ മരുന്ന് ചെയ്യുന്നത്. രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടിയ ആ അപകടകാരിയായ കൊഴുപ്പിനെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്ലാക്കിനെ പൊട്ടിപ്പോകാതെ അവിടെ തന്നെ ഉറപ്പിച്ചു നിർത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ജോലി. ഇതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. പൊട്ടാൻ സാധ്യതയുള്ള അസ്ഥിരമായ ഒരു പ്ലാക്കുണ്ട്, ചുറ്റും നീർക്കെട്ടുള്ള വളരെ മൃദുവായ ഒരവസ്ഥ. എന്നാൽ സ്റ്റാറ്റിനുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഉറപ്പുള്ള, സ്ഥിരതയുള്ള പ്ലാക്കായി മാറുന്നു. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിലെ ഒരു പഴയ ഭിത്തിയിൽ വിള്ളൽ വീഴുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് സിമന്റ് തേച്ച് പിടിപ്പിച്ചത് ഉറപ്പിക്കില്ലേ? കൃത്യമായി അതുതന്നെയാണ് സ്റ്റാറ്റിനുകൾ ഇവിടെ ചെയ്യുന്നത്. വിള്ളലുള്ള ആ പ്ലാക്കിൽ സിമന്റ് തേക്കുന്നതുപോലെ അതിനെ അവിടെ ഉറപ്പിച്ചു നിർത്തുകയും ആ രക്തക്കുഴലുകൾക്കുള്ളിലെ നീർക്കെട്ട് കുറയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് നോർമലാണെന്ന് കണ്ടാൽ അതിനർത്ഥം ആ മരുന്ന് നിങ്ങളുടെ ശരീരത്തിൽ വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമാണ്. അല്ലാതെ അസുഖം പൂർണ്ണമായി മാറി ആ വിള്ളലുകളെല്ലാം അപ്രത്യക്ഷമായി എന്നല്ല അതിനർത്ഥം. നിങ്ങൾ ആ മരുന്ന് അങ്ങ് നിർത്തിയാലോ, നമ്മൾ നേരത്തെ പറഞ്ഞ സിമന്റ് പതിയെ ഇളകിപ്പോവുകയും കൊഴുപ്പ് വീണ്ടും പൊട്ടാനും നിങ്ങൾക്ക് വീണ്ടും ഒരു സ്ട്രോക്ക് വരാനുമുള്ള സാധ്യത വളരെ കൂടുതലാവുകയും ചെയ്യും. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് കൂടി നമുക്ക് വരാം. ഈ ഗുളിക കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പാർശ്വഫലങ്ങൾ. നോക്കൂ, എല്ലാ മരുന്നുകൾക്കും അതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ടാകാം. നിങ്ങളെ പേടിപ്പിക്കാനല്ല ഞാനിത് പറയുന്നത് കേട്ടോ, മറിച്ച് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ വ്യക്തമായൊരു അറിവുണ്ടാകാൻ വേണ്ടിയാണ്. ഈ സ്റ്റാറ്റിൻ ഗുളികകൾ സ്ഥിരമായി കഴിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പേശികളിലെ വേദനയാണ്. മെഡിക്കൽ ഭാഷയിൽ നമ്മൾ മയാൽജിയ എന്നു പറയും. ചിലർക്ക് തുടയിലോ കൈകളിലോ ഒക്കെ കടുത്ത വേദനയും വല്ലാത്ത ക്ഷീണവും അനുഭവപ്പെടാറുണ്ട്. അതുപോലെ വളരെ അപൂർവമായി ഇത് കരളിന്റെ പ്രവർത്തനത്തെയും ബാധിച്ചേക്കാം. അതുകൊണ്ടാണ് ഒപിയിൽ വരുമ്പോൾ ഞങ്ങൾ ഡോക്ടർമാർ നിങ്ങളോട് ഇടയ്ക്കിടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അഥവാ LFT ചെയ്യാൻ പറയുന്നത്. എന്നാൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ വന്നാൽ എന്തു ചെയ്യണം? ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് അസാധാരണമായ പേശിവേദനയോ ക്ഷീണമോ തോന്നുകയാണെങ്കിൽ യാതൊരു കാരണവശാലും പേടിച്ച് മരുന്ന് സ്വയം നിർത്തരുത്. രണ്ടാമതായി, പകരം നിങ്ങളുടെ ഡോക്ടറെ ഉടൻ തന്നെ വിവരമറിയിക്കുക. മൂന്നാമതായി, ഡോക്ടർ നിങ്ങളെ പരിശോധിച്ച് ആവശ്യമെങ്കിൽ ആ മരുന്നിന്റെ ഡോസ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ വേറൊരു ഗ്രൂപ്പിലുള്ള പുതിയ മരുന്ന് നൽകുകയോ ചെയ്യും. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതേയുള്ളൂ. അതുകൊണ്ട് ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: സ്റ്റാറ്റിനുകൾ എന്നത് വെറുമൊരു മരുന്നല്ല, അതൊരു ജീവൻ രക്ഷിക്കുന്ന കവചമാണ്. സ്ട്രോക്ക് വന്നവർക്ക് രക്തക്കുഴലുകൾ വീണ്ടും അടഞ്ഞുപോകാതെ സംരക്ഷിച്ചു നിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണിത്.
കൊളസ്ട്രോൾ കുറയ്ക്കാൻ മാത്രമുള്ളൊരു ഗുളികയല്ലേത്, അടുത്തൊരു സ്ട്രോക്കിൽ നിന്നും നിങ്ങളെ കാത്തുരക്ഷിക്കുന്ന നിങ്ങളുടെ സ്വന്തം പരിചയമാണിത്. അവസാനമായി നിങ്ങളോടായി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന ഈ കവചം നിങ്ങൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്നില്ലേ? നിങ്ങളുടെ ഡോക്ടർ പറയാതെ ഒരിക്കലും ഈ കവചം നിങ്ങൾ താഴെയിടരുത് കേട്ടോ. സ്ട്രോക്കിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ അത് വളരെ അത്യാവശ്യമാണ്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഓർക്കുക, നിങ്ങളുടെ ആരോഗ്യമാണ് എപ്പോഴും ഏറ്റവും വലുത്. താങ്ക് യു.